Focus. Presented by Happyland Focus. Powered by Shifa Al Babadi Medical Company. Co-presents Ahilya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by VDecor Trading and Contracting Company. നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ തന്നെ നാളേക്ക് ഗുണം ചെയ്യും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ശരിക്കും സാർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു പേരൻസിൻ്റെ ഇടയിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡിമാൻഡ് വളരെ വാല്യൂ കൊടുക്കാതെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെയായി തീരും എന്നാണ് സാറിൻ്റെ ഒരു കാൽക്കുലേഷൻ? ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കേരളത്തിലാകെ 6 എഞ്ചിനീയറിംഗ് കോളേജുകളും 6 മെഡിക്കൽ കോളേജുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിൽ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ തന്നെ 132 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതുകൂടാതെ 20ഓളം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ സർവകലാശാലകളുടെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും കീഴിൽ കേരളത്തിൽ തന്നെയുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം 30-നടുത്തേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 5 ഇരട്ടിയായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു. ഈ ഡിമാൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നാണ്. അത് കേരളത്തിൽ എഞ്ചിനീയറിങ്ങിന് സംഭവിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഇത് സംഭവിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഈ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നതോടുകൂടി എഞ്ചിനീയറിങ് എടുക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി വരുന്നോ എന്നുള്ളൊരു സംശയമാണ്. 60,000-നടുത്ത് സീറ്റുള്ള കേരളത്തിൽ അതിൻ്റെ പകുതിയോളം സീറ്റുകൾ നിറയ്ക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് തൊഴിലവസരങ്ങൾ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, തൊഴിലവസരങ്ങൾ കുറയുമ്പോൾ ഡിമാൻഡ് കുറയും എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ശാസ്ത്ര വിഷയങ്ങളും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കും ഡിമാൻഡ് കൂടുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ കൊല്ലം മുതൽ അതില്ലാതായി. കാരണം അത് പഠിച്ചവർക്ക് യാതൊരു തൊഴിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ സ്ഥിതി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ BA BSc ബിരുദം എടുത്തിട്ട് പിന്നീട് അവർ ക്ലറിക്കൽ പോസ്റ്റിന് വേണ്ടിയിട്ട് പരിശീലനത്തിന് പോവുക, സർക്കാർ പരീക്ഷ എഴുതുക, അത് കിട്ടാതെ നിരാശരായി പോയതിൻ്റെ സ്ഥിതി. പക്ഷേ എഞ്ചിനീയറിംഗ് രംഗത്ത് അതല്ല. ഈ ഡിമാൻഡ് കുറഞ്ഞിരുന്നുവെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം എടുത്തവരെല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോലിയിലാണ്. അത് മോശപ്പെട്ട ജോലിയിലാണ് അതിന് തുടങ്ങുന്നതെങ്കിൽ കൂടിയും അവർ മെച്ചപ്പെട്ട ജോലിയിലേക്ക് പെട്ടെന്ന് മാറുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ തുടക്കത്തിൽ ഒരു എഞ്ചിനീയർക്ക് 10,000-20,000 രൂപ ശമ്പളം കിട്ടുന്നുള്ളെങ്കിലും ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 1,00,000-ൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പലയിടത്തും മാറുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ രംഗം ഇന്ന് ധാരാളം എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്കുണ്ടാകുന്ന സംഗതി ഈ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ, ജോബ് മാർക്കറ്റിലുണ്ടാകുന്ന ചില അനിശ്ചിതത്വങ്ങൾ പെട്ടെന്ന് ഈ എഡ്യൂക്കേഷൻ സെക്ടറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മുൻ റഷ്യൻ പ്രസിഡൻറ്റ് ഗോർബച്ചേവ് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഡ്രൈവറാണെങ്കിലും അയാൾ എഞ്ചിനീയർ ആയാൽ അത്രയും നന്ന് എന്നാണ്. കാരണം ഗോർബച്ചേവ് തന്നെ അടിസ്ഥാനപരമായിട്ടൊരു എഞ്ചിനീയറായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലോജിക്കൽ മൈൻഡും ഒരു സയൻറ്റിഫിക് മൈൻഡും ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസും സ്വായത്തമായിട്ടുണ്ടാകും. അതത്രയും പഠിച്ചാലേ അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റ് ബിരുദങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്യാനുള്ള പരിശീലനം കിട്ടുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കാണ്. പിന്നെ തൊഴിലില്ലായ്മയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും എൻ്റെ അറിവിൽ ഒരു 1.5 കൊല്ലത്തിൽ കൂടുതൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് വെറുതെ നിൽക്കേണ്ടി വരാറില്ല. കാരണം അവരെ എല്ലാ ജോലിക്കും ഫിറ്റ് ആൻഡ് ചെയ്യാൻ കഴിയും. അത് മനസ്സിലായിക്കൊണ്ടായിരിക്കണം കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണ്. ഇനി അത് കൂടും. കാരണം ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എല്ലാ ബിരുദ കോഴ്സുകളും 4 വർഷത്തേക്കാക്കാൻ പോവുകയാണ്. കാരണം 3 വർഷത്തെ ബിരുദ കോഴ്സിന് അന്താരാഷ്ട്ര തലത്തിൽ മിക്കയിടത്തും അംഗീകാരമില്ല. അതുകൊണ്ട് 3 വർഷം BAയോ അല്ലെ BScയോ BComോ ഒക്കെ പഠിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ബിരുദത്തിന് അവിടെ അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വാഷിങ്ടൺ അക്കോർഡിലും ടോക്കിയോ അക്കോർഡിലും അന്താരാഷ്ട്ര തലത്തിൽ ഈ 3 വർഷ കോഴ്സുകൾക്ക് അംഗീകാരമില്ല. അതുകൊണ്ട് ആ കോഴ്സുകളും പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കീഴിൽ ഇവിടെ 4 വർഷമാക്കാൻ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ 4 വർഷം കൊണ്ടൊരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോകണോ, അതോ 4 വർഷം കൊണ്ടൊരു ആർട്സ് ഡിഗ്രി എടുത്ത് പോകണോ, ഒരു സയൻസ് ഡിഗ്രി എടുത്ത് പോകണോ എന്നുള്ള ചിന്ത വരുമ്പോൾ എഞ്ചിനീയറിങ്ങിനാണ് മേൽക്കോയ്മ കിട്ടുക സ്വാഭാവികമായിട്ടും. ഇനി കുട്ടികളുടെ ഇടയിലുള്ള ഒരു സംശയം,
ഒരു എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ച് പാസ്സാകാൻ കുറച്ചുകൂടി മെനക്കേടല്ലേ എന്നുള്ളതാണ്. ഒരു ഭൗതിക വിഷയമോ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയമോ അല്ലെങ്കിൽ ഒരു പൊതുവിഷയമോ പാസ്സാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നതിനില്ല എന്നുള്ളതാണ്. സത്യമാണത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നതിന് കുറച്ചുകൂടി മെനക്കെടണം. പക്ഷേ ഞാൻ കുട്ടികളോട് പറയാറുള്ള പോലെ ഒരു 4 വർഷം മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 40 വർഷം സുഖമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ 4 വർഷം മെനക്കെടാൻ കുട്ടികൾ തയ്യാറാകണം, ആ ചലഞ്ച് ഏറ്റെടുക്കണം. എന്ന് കരുതി എഞ്ചിനീയറിംഗ് പാസ്സാകൽ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അത്യാവശ്യം ഒരു ദിവസം 1-2 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പാസ്സാകാൻ കഴിയും. പക്ഷേ അതുകൂടി നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ശോചനീയാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം 4-5 മണിക്കൂർ മൊബൈലിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടി 1-2 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരെ ഈ എഞ്ചിനീയറിങ്ങിനോടുള്ള വെറുപ്പുണ്ടാക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു നോബൽ പ്രൊഫഷൻ, ഒരു റെപ്യൂട്ടഡ് പ്രൊഫഷൻ, ഏത് കാലത്തും ഏത് തൊഴിലിനും ഉപയോഗ്യമാക്കാവുന്ന പ്രൊഫഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തെ അവഗണിക്കുന്ന വഴി വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത് പോയാൽ ഏത് രാജ്യത്തും അതിന് അംഗീകാരമുണ്ട്, ഏത് രാജ്യത്തും തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് പല ഡിഗ്രികൾക്കും അതില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു മെഡിക്കൽ ഡിഗ്രി എടുത്ത് പോയാൽ കൂടി വിദേശ രാജ്യങ്ങളിൽ അതിന് അംഗീകാരമില്ല പലയിടത്തും. അവിടെ പിന്നീട് അതിൻ്റെ ഉപരിപഠനം ചെയ്ത് ആ ബിരുദം കൂടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പല രാജ്യങ്ങളും അതിന് അംഗീകാരം കിട്ടുള്ളൂ. എന്നാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് അങ്ങനെയല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും അംഗീകാരമുണ്ട്. അതൊരു നന്മ കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഇനിയും എഞ്ചിനീയറിങ്ങിനുള്ള ഡിമാൻഡ് കൂടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എല്ലാ കോളേജുകളിലും എഞ്ചിനീയറിംഗ് ഒരുപോലെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നല്ല നല്ല കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. അപ്പോൾ കുട്ടികൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ അധ്യാപകരുടെ ഗുണം, അവിടെ കിട്ടുന്ന പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഒരു കുത്തൊഴുക്കാണ് സ്വകാര്യ ഓട്ടോണമസ് സ്ഥാപനങ്ങളുടെ, സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ, കൽപ്പിത സർവകലാശാലകളുടെയൊക്കെ. അപ്പോൾ അതിൽ ഏതെടുത്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ബിരുദം തരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് വെറുതെ, കാരണം ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട്. അവർ കൽപ്പിത സർവകലാശാലയോ ഓട്ടോണമസോ ആയിക്കഴിഞ്ഞാൽ ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്, അവർ തന്നെ പഠിപ്പിച്ച് അവർ തന്നെ മാർക്കിടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സെൽഫ് കൺട്രോൾ വരും. നല്ല യോഗ്യതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമൂഹം അംഗീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചേരുമ്പോൾ അതുകൂടി നോക്കി വേണം വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, ഒരുപാട് സന്തോഷം. താങ്ക് യു. നന്ദി. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. ആഘോഷവേളകൾ മനോഹരമാക്കാൻ ഉചിതമായൊരു സ്ഥലം തേടുകയാണോ നിങ്ങൾ? എങ്കിൽ ഇനി ഒട്ടും ആലോചിക്കേണ്ട. വിപുലമായ സൗകര്യത്തോടെ ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. 1500-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന വിശാല സ്ഥല സൗകര്യം, 150-ലധികം കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, 500ഓളം ഡൈനിങ് കപ്പാസിറ്റി, 12-ലധികം ടോയ്ലറ്റുകൾ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലോറൽ ഗാർഡനിൽ ലഭ്യമാണ്. വിവാഹം, വിവാഹ വാർഷികം, ബർത്ത്ഡേ പാർട്ടി തുടങ്ങി എല്ലാ വിരുന്നുകൾക്കും സൽക്കാരങ്ങൾക്കും ആവശ്യമായ ഓഡിറ്റോറിയം, ഡൈനിങ് ഏരിയ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ ഗ്ലാസ് ബ്രിഡ്ജ്, ഗെയിം സോൺ, വ്യൂ പോയിന്റ്, പ്ലേയിങ് ഏരിയ, സ്വിമ്മിംഗ് പൂൾ, പ്രീമിയം റെസ്റ്റ് റൂം, സെൽഫി കോർണർ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകളെ എന്നെന്നും സ്മരണീയമാക്കാൻ ഒരുപിടി സൗകര്യങ്ങളുമായി ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബുക്കിംഗിനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കൂ 9746805754. ലോറൽ ഗാർഡൻ, ആഘോഷങ്ങൾ എന്നും മനോഹരമാകട്ടെ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Hello, welcome to a very fresh episode of AAK special program. Yes, നമ്മൾ നിൽക്കുന്നത് AAK ഹൈപ്പർ മാർക്കറ്റിലാണ്. എവിടെയാണ്? നമ്മുടെ മലപ്പുറത്ത് എവിടെയാണ്? തിരൂരാണോ? അല്ല, നമ്മുടെ പുത്തനത്താണിയിൽ ഹാല മാളിൽ പുതുതായിട്ട് AAK ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള AAK ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അവിടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം, കേൾക്കാം. ബൈ. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് പോവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചുള്ളൻ ചക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പയ്യന്മാരുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. യെസ്, എന്താണ് പേര്?
നൗഫൽ റിയാസ്. ഞാൻ നാജിദ്. ആഷിർ. അബി. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെ അതിരുമട. ഞാനും അതിരുമട. എല്ലാവരും അതിരുമട എന്നാണ് വരുന്നത്. ഓക്കെ ഫൈൻ. ഇവിടെ AK ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ വരുന്നത്? മുന്നേ തിരൂരിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ തിരൂരൊക്കെ കണ്ടതിനേക്കാളും വലിയ ഷോറൂമായിട്ടാണ് ഫീൽ ചെയ്ത് ഒന്നുകൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടുന്ന് സാധനം മേടിക്കാനാണോ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്? എന്താണ് അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം തുടങ്ങണമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു അഭിപ്രായമാണ്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു മാളുണ്ട് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അഹങ്കാരത്തിലൂടെ പറയാം. നമുക്ക് നമ്മുടെ നാട്ടിൽ മാളുണ്ട് എന്നുള്ള ധൈര്യത്തോടെ പറയാം. പക്ഷേ സംഭവം ഉഷാറായി, എല്ലാത്തിനെക്കാട്ടിയും നല്ല ഒരു പ്രോഗ്രാം. തിരൂർ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അയ്യോ പാവാണ്ട്, പാവം പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ, തിരൂരിൽ താൻ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. തിരൂരത്തേനായിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഗൾഫിലൊക്കെ പോയവരാണോ? ഗൾഫിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഗൾഫിലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് പൊതുവേ ഒരു സംസാര വിഷയമുണ്ട്. അതിനെക്കുറിച്ച് ശരിയാണ്, ഏറെക്കുറെ ശരിയാണ്. പിന്നെ പുത്തനത്താണിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു മുഖച്ചായ ഉണ്ടാക്കും. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ട് ഭയങ്കര ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഓൾ ഓവർ നല്ല രസത്തിലുള്ളതാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഇവിടെ വന്ന് പോയതാണ്. വീണ്ടും ഫുഡ് എന്തെങ്കിലും സെലക്ട് ചെയ്ത് പോയി കഴിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഫ്രണ്ട്സുകളെ കൂട്ടി പോന്നാ. നിങ്ങളിത് കേൾക്കണം. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കുറേ പച്ചക്കറികളും സാധനങ്ങളും മാത്രമല്ല കിട്ടുന്നത്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വലിയ സ്പേസ് ആയിട്ട് നമ്മുടെ ഈ ഒരു AK ഹൈപ്പർ മാർക്കറ്റ് മാറും എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാനുള്ള വല്ല പ്ലാനുകൾ? സ്വാഭാവികമായിട്ടും പിന്നെ കൊണ്ടുപോകാതെ നല്ല ഓഫറുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കയറി വരണുള്ളൂ. ഇത് കൂടാതെ ഇതിന് മുന്നേ മേലെ ഓപ്പൺ ആയിരുന്നു. അത് അപ്പോഴൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനോ ഇതിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരല്ലേ. ഇപ്പോൾ ഇതും കൂടി ഒന്ന് ഓപ്പൺ ആയപ്പോൾ ഒന്നും കൂടി ഉഷാറായി, ഒന്നും കൂടി കൂടി. ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് കൂടെ ഇനി ഇവിടെ വരുമ്പോൾ ഒന്ന് വൈബ് ചെയ്യാനുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് കിട്ടും? ഉണ്ട്. നിങ്ങൾ അവൻ്റെ മുഖത്തൊന്ന് സൂം ചെയ്ത് നോക്കണേ. എനിക്ക് അവനെ കാണുമ്പോൾ ഒന്ന് ചോദിക്കാൻ കൂടെ തോന്നുന്നില്ല. പാവമായിട്ട് നിൽക്കുകയാണ്. വരികയാണ് ഓൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ ടെൻഷനിൽ ആളിപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയി വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് മാള് പോകാറുണ്ട് ഇങ്ങനെ കൊടുന്നാണെന്ന് അവനെ. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് വരുന്ന ആ കുട്ടിക്ക് വൈബടിക്കാൻ വേണ്ടിയിട്ട് അവരെത്തിയിരിക്കുന്നത് AK ഹൈപ്പർ മാർക്കറ്റിലാണ്. ഫുഡൊക്കെ മേടിച്ച് ഒന്ന് ചില്ല് ചെയ്യാനുള്ള ഇതാണ്. ഓക്കെ, ഇനി ഫാമിലിയും കൊണ്ട് വരാനുള്ള പ്ലാൻ? തീർച്ചയായിട്ടും എന്തായാലും ഫാമിലിനെ കൊണ്ട് വരും. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഒരുപാട് സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്, അതൊക്കെ വാങ്ങണം. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വാങ്ങാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാനാണോ അതോ വീട്ടിലേക്ക് വാങ്ങാനാണോ പ്ലാൻ? എനിക്കത് പറയണം. വീട്ടിലേക്ക് വാങ്ങാൻ തന്നെയാണ്. അപ്പോൾ ഇവർ എന്താ പറയുക, ഒരു സൗഹൃദ ഫാമിലിയാണ് എന്ന് വേണം പറയാനായിട്ട്. സ്വന്തം കാര്യം മാത്രമല്ല, യങ്സ്റ്റേഴ്സിന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അവർ സ്വന്തം കാര്യം മാത്രമല്ല ഫാമിലിയുടെ കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ? അത് പോയി നോക്കട്ടെ എന്തൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തരികടായിട്ട് ആ നാക്കിലും അടിക്കാതെ വെച്ചിട്ടുള്ള തക്കിട തരികിടയാണ് ഇവരുടെ ഒരു അവസ്ഥ. എന്താണ് ആദ്യമേ പോയിട്ട് വീണ്ടും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ ഒരു AC-യും കൂളിങ്ങും എല്ലാം കൊണ്ട് പിന്നെ എന്താ മൊത്തത്തിലൊരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് വീണ്ടും വന്നത്? അങ്ങനെയല്ല, ഞാൻ വന്ന് പോയിട്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഇന്ന് ഫുഡ് ഇവിടെ നിന്ന് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വീണ്ടും വന്നു. പിന്നെ ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റ് ചെയ്ത് വെച്ച ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫത്തെ ഒരു ആംബിയൻസ് എല്ലാം കൊണ്ടും സൂപ്പർ. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടിയിട്ടുള്ള ഷെയറിങ്. നേരത്തെ ഒറ്റക്കായിരുന്നു വന്നിന്ന്, ഇപ്പോൾ കൂട്ടായിട്ടല്ലേ. ഈ എന്താ പറയുക, നമ്മളിപ്പോൾ പലരും പറയുന്നതൊക്കെ എങ്ങനെയാണ് ഇത്രയും ആളുകളിലേക്ക് ഇതൊക്കെ എത്തുന്നത് എന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പയ്യൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അവർ ഫ്രണ്ട്സിൻ്റെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നു, എന്നിട്ട് അവൻ എല്ലാവരും കൂട്ടി വരുന്നു, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടിയും കൊണ്ടാണോ വന്നത്? വണ്ടിയും കൊണ്ട് വന്നത്. എല്ലാവരും ഓരോരോ വണ്ടി? എല്ലാവരും ഓരോരോ വണ്ടിയല്ല, 2-3 വണ്ടിയായിട്ട് വന്നത്. പാർക്കിങ്ങിനെ കുറിച്ച് എന്താണ് ആ ഒരു അഭിപ്രായം? പൊതുവേ കുറേ ഫ്രണ്ട്സ് കൂടെ വരുമ്പോൾ കുറേ ബൈക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ പാർക്ക് ചെയ്യാനൊന്നും വല്ലാണ്ട് സൗകര്യമൊന്നും കിട്ടില്ല. ഇവിടെ എന്താ അവസ്ഥ? അണ്ടർഗ്രൗണ്ട് നല്ല പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു നിലവാര പ്രകാരം ഇതുവരെ വലിയ ബ്ലോക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിലും കുറച്ചുകൂടി തിരക്കായാലും വണ്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് മാളിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വണ്ടി ആയാലും വണ്ടി പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. തിരൂരിനെയും ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതാണ് ബെറ്റർ. ഇതുകൊണ്ടാണ് ഇത് ബെറ്റർ എന്ന് തോന്നുന്ന എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? പുത്തനത്താണിൻ്റെ സെൻട്രലാണ്, കറക്റ്റ് ഹൃദയഭാഗത്തല്ലേ ഇത് ഉള്ളത്. തിരൂരിലുള്ളത്
നമ്മൾ ടൗണിൽ നിന്നൊക്കെ ടച്ച് ചെയ്ത് വിട്ടിട്ട് ഒരു ഉള്ളിൽ പോയിട്ടാണ് ആ മാൾക്ക് കയറിയിട്ടാണ്. പിന്നെ കറക്റ്റ് എൻട്രൻസ് വെരി നല്ല ഏരിയയിലാണ് എൻട്രൻസ് വന്നിട്ടുള്ളത്. തിരൂരിനും അതുപോലെ തന്നെയാണ്. ഏറെക്കുറെ ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കറക്റ്റ് പൊസിഷനാണ്. ഇത്രയും നല്ലൊരു ഷോപ്പ് ഇനി പുത്തനത്താണി ഇവിടെ ഇടാൻ നോക്കിയാൽ ഏരിയ ഇല്ല. കറക്റ്റ് AK ഗ്രൂപ്പിൻ്റെ ഒരു മനസ്സിലാക്കണം, ഒരു മാർക്കറ്റിംഗ് തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റ് സെൻറ്ററിൽ കൊടുത്തിട്ട് കിട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതങ്ങോട്ട് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും. പിന്നെ പറയാനുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം തുടങ്ങുമ്പോൾ നമ്മളല്ലാതെ പിന്നെ വേറെ ആരെ ഏറ്റെടുക്കുക ഉണ്ടല്ലോ. അവരുടെയൊക്കെ ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെക്കാളും അല്ലെങ്കിൽ AK ഗ്രൂപ്പിനേക്കാളും അഭിമാനം എന്ന് വേണം, പുത്തനത്താണിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് വേണം പറയാനായിട്ട്. കാരണം അവർ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത്രത്തോളം ഏറ്റെടുത്ത്, അത്രത്തോളം ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സന്തോഷം എല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും അവർ ഫുഡ് കഴിക്കാൻ പാവം സമയം ഒത്തിരിയായി, ഫുഡ് കഴിക്കാനുള്ള ഒരു ധൃതിയിൽ നമ്മൾ എടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിച്ചതാണ്. അവരെന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കാൻ പൊക്കോളൂ, നമുക്ക് ഇത്രയൊരു സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട്, താങ്ക്സ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയാം. അപ്പോൾ അവരെ കഴിച്ചോട്ടെ അല്ലേ, നമുക്ക് അവരെ അങ്ങനെ വിട്ട് കളയാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഫാമിലീസ് മാത്രമാണല്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണല്ലോ ഇവിടെ പർച്ചേസിങ്ങിന് വരിക, ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ, അങ്ങനെയല്ലേ ധാരണ വെക്കുന്നത്. പൊതുവേ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷെ തെറ്റി, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തെറ്റി. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ചെറിയ ചെറിയ 20+ ആണ് പിള്ളേരൊക്കെ വരുന്നുണ്ട്, 80+ ആയിട്ടുള്ള പിള്ളേർ വരുന്നുണ്ട്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാനാണ് അവർ വരുന്നത്. ഒന്നുമില്ല, നമ്മുടെ അപ്പുറത്ത് ഫുഡ് കോർട്ട് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫുഡുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്പോട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിനുള്ളിൽ കയറിയുള്ള ഇതിൻ്റെ ഒരു ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ പുത്തനത്താണിയെ പുത്തനാക്കാനായിട്ട് AK ഹൈപ്പർ മാർക്കറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കാൾ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഈ ഒരു പുത്തനത്താണിക്കാർക്കാണ് ഇതിൻ്റെ ഒരു അഭിമാനം. അവർ പറയുന്ന ഓരോ വാക്കുകൾ ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഒരു സന്തോഷം. അവർക്ക് എത്രത്തോളം എന്താ പറയുക, പുത്തനത്താണിയെ മാറ്റിമറിക്കും എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അവരൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. അതുവരേക്കും ദിസ് ഇസ് മിഥിൽ ഷനാസ് സൈനിങ് ഓഫ്. ബൈ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് സെഗ്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് ഗോൾഡ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചേർത്തല ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സിലെ. സോ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് ഹെവി കളക്ഷൻസും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളുടെ ചേർത്തല ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കൊച്ചു കുട്ടികൾക്കുള്ള 28 കെട്ടിനൊക്കെ പറ്റുന്ന രീതിയിൽ 1 പവൻ്റെ ഒരു സെറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ, ഡീറ്റെയിൽസിലേക്ക് പോകാം അല്ലേ. നമുക്കിത് ഈ കാണുന്ന ഐറ്റംസാണ്. അതായത് 1 പവനിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 28-56 ചടങ്ങ് ടൈമിനൊക്കെ ഹോസ്പിറ്റൽ ചിലവ് തന്നെ അത്യാവശ്യം നല്ല കാര്യമായ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണക്കാരൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത് കേട്ടോ. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് നടത്തുക എന്നുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ നമുക്ക് 1 പവനിൽ എല്ലാ സെറ്റും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് അരഞ്ഞാണം വരുന്നുണ്ട്. അത് വെറും 1 ഗ്രാം 800 മില്ലിയുടെ അരഞ്ഞാണമാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1,950 തള വരുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ലോക്കറ്റ്, അത് മാലയുടെ കൂടെ, മാല ഗാംഗുലി ചെയിനാണ്, മാലയുടെ കൂടെ തന്നെ ഒരു ചെറിയ ലോക്കറ്റും അതുപോലെ തന്നെ ഒരു വളയും കൂടി ഇട്ട് നമ്മളൊരു കൊച്ചിന് വേണ്ട എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ അത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. 1 പവനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം. എനിക്ക് തോന്നുന്നു വേറെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ചെറിയൊരു രീതിയിൽ നല്ല പൊലിമയിൽ തന്നെ നല്ലൊരു സെറ്റ്. അതെ അതെ, നമ്മൾ മാക്സിമം അങ്ങനെ ഒരു സെറ്റ് കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആയിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ദിവസമാണ് അല്ലേ. 28 അതാണ് മെയിൻ ആയിട്ട്. അതെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ 1 പവൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. അതെ.
അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പവനിൽ വരുന്ന ഒരു സെറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ നമ്മൾ അതിനകത്ത് കമ്മലുണ്ട്, മോതിരമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, പാദസരമുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ചേട്ടൻ പറഞ്ഞുതരും. അതെ, നമുക്കിപ്പം ഒരു ലേഡിക്ക് ഇപ്പം അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഉള്ളവരായിക്കോട്ടെ, എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ നൈസായിട്ട് ഉപയോഗിക്കുന്ന, വളരെ നൈസായിട്ടൊരു മാല, നൈസായിട്ട് ഒരു കമ്മലാണെങ്കിലും മോതിരമാണെങ്കിലും അതുപോലെ പാദസരമാണെങ്കിലും എല്ലാം നൈസാണ് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ നൈസായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അധികം വെയിറ്റ് ഉള്ളതൊന്നും ഇപ്പോഴുള്ള പിള്ളേർ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു പവനിൽ നമുക്ക് ഈ പറഞ്ഞ ഐറ്റം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു മാല, അതിൽ തന്നെ ചെറിയ ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നെക്ലേസ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാലയും ഒരു ചെറിയ ഒരു ലോക്കറ്റും കൂടി വരുന്ന, ഒരു ഹാർട്ടിൻ്റെ ലോക്കറ്റും കൂടി വരുന്ന, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് 2 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ 2 ഗ്രാമിൽ ഒരെണ്ണവും പിന്നെ ഒരു ലോക്കറ്റും കൂടി വരുമ്പോൾ ഒരു 500 മില്ലിയുടെ ഒരു ലോക്കറ്റും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൈച്ചയും വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പവനിലാണ്. ഒരു പവൻ്റെ ഒരു ഐറ്റത്തിൽ നമുക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. ഇതിപ്പം അഡ്ജസ്റ്റബിളാണ്. 2 ഗ്രാമിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ, അതായത് ഇട്ടതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കൈയുടെ വലിപ്പം ഉണ്ടെങ്കിലും അല്ല വലിപ്പം കുറവാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് മോതിരമാണ്, റിങ്. ഒരു 500 മില്ലിയുടെ റിങ്ങാണ് കേട്ടോ. ഞാനിതിപ്പോൾ 500 മില്ലിയുടെ റിങ്ങാണ് എടുത്തേക്കുന്നത്. ഇതല്ല, വേറെ ഐറ്റം വേണമെങ്കിൽ വേറെ ഐറ്റം ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈച്ചെയിനാണെങ്കിലും വേറെ കൈച്ചെയിൻ നോക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. ഞാനിപ്പം എൻ്റെ ഒരു സെലക്ഷൻ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. റിങ്ങിൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വേറെ റിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ കാണിച്ചതേ ഉള്ളൂ ജസ്റ്റ്. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കമ്മൽ, ജസ്റ്റ് സ്റ്റഡ് മോഡലാണ്, ഡ്രോപ്സ് അല്ല. ഇനി നിങ്ങൾക്ക് ഡ്രോപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്സ് ആയിട്ടുള്ളതും എടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് എടുത്തതേ ഉള്ളൂ, ഒരു ഉദ്ദേശം വെച്ച് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഒരു പവനിൽ ഇത്രയും ഐറ്റം, അതായത് 1, 2, 3, 4, 5, 6 ഐറ്റം നിങ്ങൾക്ക് ഒരു പവനിൽ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സെലക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പാറ്റേണാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു അരഞ്ഞാണത്തിൻ്റെ കാണിച്ചത്. അപ്പം ഓരോന്നിനും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇന്നത്തെ ഈ സ്വർണ്ണ വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഷിഫ അൽ ബബാദി മെഡിക്കൽ സർവീസസ് കമ്പനി, ജിദ്ദ, സൗദി അറേബ്യ. Your health is our ultimate concern. We are providing best medical care. Our departments: internal medicine, gynecology, pediatrics, dental, dermatology, general physician, ophthalmology, ENT, radiology and laboratory services. Shifa Al Bawadi Medical Services Company, near Al Turki Masjid, Makrona Street, Saudi Arabia. Log on to www.shifababadi.com. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, ഒരുപാട് റൈഡ്സ് ഉണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഹാപ്പി ആയിട്ട് മറ്റൊന്നും ആലോചിക്കാതെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. അവരെന്ത് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ്, എവിടെ ചാടി പോകുന്നു ചേർന്നൊക്കെ? ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ശക്തി പോരാ. കൊല്ലം. പേര് പറഞ്ഞേ? ആസിഫ്. എന്ത് ചെയ്യുന്നു? 10th കഴിഞ്ഞു. എന്താ പേര്? ഫൈസൽ. ഞാൻ ഇപ്പോൾ ടൈറ്റാനിയത്തിൽ വർക്ക് ചെയ്യാം. ഷബിന. 7th class 7. ഹസീന ഹൗസ് വൈഫാണ്. മുതല, പാമ്പ്, കടുവെന്ന് അച്ഛത്തൊരു സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ
പിന്നെ ചുമന്ന അല്ലാതെ ലൈറ്റ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. വേറെ ഡൈനോസർ ഉണ്ടായിരുന്നോ? ഇല്ല. ഡൈനോസറിനെ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ഒരു മൂലയില്. ഇല്ല. പേടിച്ചോ? പേടിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഭയം തന്നെ ഉള്ളൂ. പേര് പറഞ്ഞേ? ഹൈദർ അലി. ഏത് ക്ലാസ്സിലാ? നിച്ചു. നിസ 9th. ഷിബിൻ 8th. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണോ? ഒരു ഫാമിലിയാണ്. ആദ്യമായിട്ടാണോ വരുന്നേ? ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കയറി വന്നതേ ഉള്ളൂ. ഏതിലൊക്കെ പോയി? ഇപ്പോൾ പോയില്ല, ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ലേ? സ്പെയർ ഡ്രസ്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ റെഡിയായി തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? ശരി. അപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ, വേറെ എന്തൊക്കെയാ പരിപാടി? സുഖം തന്നെ. ഇവിടൊക്കെ വന്ന് ഇറങ്ങി വന്നേ. ഇപ്പം ഇറങ്ങി വന്നാണല്ലോ. പേര് പറഞ്ഞേ? മുഹമ്മദ് അലി. ഏത് ക്ലാസ്സിലാ? 6th. ഓക്കെ. ഏതിലൊക്കെ പോയപ്പോൾ? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. പേടിച്ചാ? സത്യം പറ, പേടിച്ച? ഒന്നുമില്ല. ശരി. ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? അവസാനം എല്ലാ പടവും കണ്ട്. ആവേശം അവസാനം കണ്ടു. ഞാൻ ആവേശം കണ്ടു. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം അല്ലേ? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി എന്താ? പോലീസ്. പിന്നെ അല്ലേ? പട്ടാളം. എന്താ ചെടി വെച്ചടി കയറ്റം. കുസൃതി ചോദ്യമാണ്. പോലീസും പട്ടാളം എന്നൊക്കെ പറഞ്ഞു പോയി. എങ്ങനെയാണ് കുസൃതി? കിട്ടിയോ? അയ്യോ, ഒരു രക്ഷയില്ല. നമ്മുടെ ചുറ്റിനൊക്കെ ഒന്ന് നോക്കിയ പ്രകൃതി സംബന്ധിച്ച ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. ക്ലൂ ആണ്. കയറ്റം. ഇതിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിച്ച് പോകേണ്ടി വരുമോ? ഗിഫ്റ്റ് ചുമ്മാ കിട്ടത്തില്ല. കൊള്ളാലോ, ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഈ പണി ഞാനെങ്കിൽ നിർത്താം. ആരും പറയത്തില്ല. അപ്പോൾ ഉത്തരം ഞാൻ പറയട്ടെ? അടി കിട്ടുമെന്ന് തോന്നുന്നു. തെങ്ങ് കയറ്റം. അതാണ്. അപ്പൊ അതായിരുന്നു കുസൃതി ചോദ്യം. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല, പോയിക്കോളുന്നു. ഗിഫ്റ്റ് ഒന്നുമില്ല. ഒരു പാട്ട് പാടി തരാം. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ട് നെഞ്ചിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും കാത്തുവെച്ചതല്ല എൻ്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു നിൻ്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. താങ്ക് യു. വെരി ഗുഡ്. അസലായി പാടിട്ടോ. അപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നേ പറ്റൂ. വേണോ? അയ്യടാ. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്നതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് ഫോക്കസ് പവർഡ് ബൈ ഷിഫ അൽ ബബാദി മെഡിക്കൽ കമ്പനി. Co-presents Ahalya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by V Decor Trading and Contracting Company.